ജൂബിലി നിറവിൽ നിൽക്കുന്ന കാക്കശ്ശേരിയിലെ വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മുടെ കൂടെ സ്കൂൾ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഉഷ നന്ദകുമാർ മാം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. 25 വർഷം യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2000-ലാണ് നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ബാക്ക് ടു ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് ഇത്രയും മാത്രം സെൻട്രൽ സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും നാട്ടിൽ അത്ര പരിചിതമല്ല. എയ്ഡഡ് സ്കൂളുകളിലാണ് കൂടുതലും കുട്ടികളെ ആളുകൾ പഠിപ്പിക്കാറുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂള് വരികയാണ് കാക്കശ്ശേരിയിൽ. അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട്, നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരു സ്റ്റെപ്പ് മാറി ചിന്തിക്കാനായിട്ട് തീരുമാനിച്ച കുറേ പാരൻസും കുറേ ടീച്ചേഴ്സും മാനേജ്മെന്റും അങ്ങനെ യാത്ര തുടങ്ങുകയായിരുന്നു. ടീച്ചറും ആ സമയത്ത് 2000-ൽ ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ 25 വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട്. സിൽവർ ജൂബിലി സെലിബ്രേഷനാണ്. ഫെബ്രുവരി 11, 2000-ലാണ് സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത്. അന്ന് ഈ സ്കൂൾ തുടങ്ങുമ്പോൾ 70 കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത്. അന്ന് 70 കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ സ്കൂള് ഇത്രയും വലിയൊരു സ്ട്രെങ്ത്തുമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, മെയിനായിട്ടുള്ള റീസൺ, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് വിച്ച് വി ഹാവ് ഗോട്ട് ഫ്രം അവർ പാരൻസ്. അത് എന്ന് പറഞ്ഞാൽ, സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സപ്പോർട്ടല്ല അതിന്. കാരണം അന്ന് ഇവിടെ ഇത് കാക്കശ്ശേരി അടുത്ത് സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറച്ച് നമ്പർ ഓഫ് സ്കൂൾസേ ഉള്ളൂ. അതും CBSE സ്കൂൾസ് ഇവിടെ അടുത്ത് ഒന്നും അവൈലബിൾ അല്ല. അപ്പം അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം നിന്നിട്ടുള്ള കുറേ പാരൻസ് ഉണ്ട്. ആ പാരൻസിൻ്റെ സപ്പോർട്ട് മുഖേനയാണ്. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വളരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ പാരൻസിനോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. ആൻഡ് അതിനുശേഷം ഓരോ വർഷം തോറും ഈ സ്കൂളിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞത് ഇങ്ങനെ സ്ട്രെങ്ത് ഇങ്ങനെ ഉയർന്ന് വന്നിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു വളർച്ച അത് പാരൻസിൻ്റെ സപ്പോർട്ടും ആ മാനേജ്മെൻറ്റിൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. മാനേജ്മെൻറ്റും പാരൻസും സ്റ്റാഫും തമ്മിലൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ഈ വിദ്യാവിഹാറിൻ്റെ ഒരു സക്സസ് എന്ന് പറയാനായിട്ട് ആസ് എ പ്രിൻസിപ്പൾ എനിക്ക് പറയാനായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എവ്രി ടൈം വി കോൾ ഇറ്റ് ആസ് എ ഫാമിലി. വിദ്യാവിഹാർ ഫാമിലിയാണ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും സ്റ്റാഫ് മെമ്പേഴ്സും പാരൻസും കുട്ടികളുമായിട്ടുള്ളൊരു നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലൂടെ ആ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് കൂടി നമ്മൾ വളരെ നല്ല ഗുഡ് മെമ്മറീസ് ഉണ്ട്. ഒരുപാട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെൻറ്റ്സും ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ മാനേജ്മെൻറ്റുമായിട്ടും പാരൻസുമായിട്ടൊക്കെ വളരെ അഗാധമായി ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിലൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് വിദ്യാവിഹാറിനെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ ഒരു ട്രാൻസ്പാരൻസി എപ്പോഴും മാനേജ്മെൻറ്റ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് സ്കൂൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു ട്രാൻസ്പാരൻസി നമ്മൾ പാരൻസുമായിട്ട് ഷെയർ ചെയ്യും. ആ ഒരു കൂട്ടായ്മയാണ് വിദ്യാവിഹാറിൻ്റെ ഒരു വിജയം. ഇന്ന് 25 വർഷം കഴിഞ്ഞു. ആ 25 വർഷത്തിൽ ആ സിൽവർ ജൂബിലിക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് ഉണ്ടായാലും അത് ഓവർകം ചെയ്യാനായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല വിദ്യാവിഹാറിന്. 2000-ൽ യാത്ര തുടർന്ന് ഇപ്പോൾ 2025-ൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ക്ലാസ് സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ്? ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയാണ്? ഏതൊക്കെ കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് LKG തൊട്ട് ക്ലാസ് 5 വരെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് +2 വരെ ഉണ്ട്. ഇപ്പോൾ 17 ബാച്ചസ് ബോർഡ് എക്സാമിനേഷൻ എഴുതി. നമുക്ക് 10th ഫസ്റ്റ് ഇയർ 10th കഴിഞ്ഞ് +2 ഉണ്ടായിരുന്നില്ല. പിന്നത്തെ വർഷമാണ് നമുക്ക് +2-നുള്ള അഫിലിയേഷൻ നമുക്ക് ലഭിച്ചത്. അതിനുശേഷം 17 ബാച്ചസ് ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ എഴുതി. നല്ല റിസൾട്ട്. ഒരുപാട് കുട്ടികൾ നല്ല പോസ്റ്റിൽ, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല എൻജിനീയേഴ്സ് ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി, ഒരു അലുമിനി ഗ്രൂപ്പ് നമുക്ക് വിദ്യാവിഹാറിനായിട്ടുണ്ട്. ഇപ്പോൾ LKG തൊട്ട് +2 വരെയുള്ള ക്ലാസ്സസ് ഉണ്ട്. +2-ൽ നമുക്ക് സയൻസ് ആൻഡ് കോമേഴ്സ് സ്ട്രീമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ സയൻസിനും കോമേഴ്സിനും ബയോമാത്സ് ഉണ്ട്, ബയോ
IP അവൈലബിൾ ആണ്. ബയോ മലയാളം ഉണ്ട്, കോമേഴ്സിനും അതെ മലയാളം ഓപ്ഷൻ എടുക്കാം, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് എന്നുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് കോമേഴ്സിലുള്ളത്. അങ്ങനെ 2 ഓപ്ഷനാണ് നമ്മളിപ്പോൾ +1 +2 നമ്മൾ അവൈലബിൾ ആയിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നോൺ കരിക്കുലർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇവിടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട്? വി ഗിവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓൾസോ. നമുക്ക് ആഴ്ചയിൽ ഒരു 1 hour അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്കൂളിലെ ടൈം ടേബിളിൽ നമ്മൾ മ്യൂസിക്, ആർട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തേഴ്സ്ഡേയ്സിൽ 1 hour എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. യോഗ, തുമ്പ ഡാൻസ്, ദെൻ സ്കേറ്റിംഗ്, വയലിൻ, ഗിറ്റാർ, കീബോർഡ്, കരാട്ടെ, കളരി, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മോർ ദാൻ 14 ഐറ്റംസ് ഉണ്ട്. ഈ വർഷം നമ്മൾ ജർമ്മൻ ലാംഗ്വേജും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1 hour ഓഫ്ലൈൻ ക്ലാസ്സും 1 hour ഓൺലൈൻ ക്ലാസ്സുമായിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ് 5 ഓൺവേർഡ്സ് സ്റ്റുഡൻസിനാണ് അതിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. ഈവൻ ഡ്യൂറിങ് വെക്കേഷനിലും അതിൻ്റെ ക്ലാസ്സസ് റണ്ണിങ് ആണ്. അത് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇയർ നമ്മൾ ഇതിന് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ. വിദ്യാവിഹാറിൻ്റെ ഈ ഒരു ജേർണിയിൽ പാരൻസിൻ്റെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്? അതിപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ആനിവേഴ്സറി ആയാലും മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ വാക്കുകളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് എ യൂണിക് ഫീച്ചർ ഓഫ് വിദ്യാവിഹാർ സ്കൂൾ. ഇവിടെ നല്ലൊരു PTA ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ PTA ഫോം ചെയ്തത്. അതിനുശേഷം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്പാരൻസി പാരൻസുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് ഇഷ്യൂ ആയാലും അതിലൊന്നും ഒരു അഡൾട്രേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ ചില ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ പാരൻസിനെ അറിയിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്നും നമ്മൾ ഹൈഡ് ചെയ്യാറില്ല പാരൻസിൽ നിന്ന്. അപ്പോൾ ആ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സപ്പോർട്ടല്ല. പല PTA നമുക്ക് വന്നു പോയിട്ടുണ്ട്. ആ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഒരു നെടും തൂണാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായാലും നമ്മൾ സ്കൂളിൽ ഒരു വർഷം തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്, നമ്മൾ അവരെ അറിയിക്കാറുണ്ട്. അപ്പോൾ അവരുടേതായ രീതിയിൽ ഒരുപാട് ഇൻകൺവീനിയൻസുകൾ ഉണ്ടായാലും ആ PTA അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സപ്പോർട്ടല്ല, ദാറ്റ് ഈസ് യൂണീക്ക് ടു വിദ്യാവിഹാർ ഫാമിലി. ഇപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ ഇവിടെ നിറയെ ട്രോഫീസ് ഇരിക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ അതായത് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, വിജയിക്കാറുണ്ട് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തു പറയാവുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. അത് എന്തെല്ലാം കോമ്പറ്റീഷൻസിന് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളിൽ എവിടേക്കെല്ലാമാണോ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ ഫുട്ബോളിനായാലും കൊക്കോയിലായാലും നമ്മൾ തൃശ്ശൂർ സഹോദയ, ദെൻ CBSE കോമ്പറ്റീഷൻസ് അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിനെല്ലാം അവർ വിൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എത്താറുള്ളത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് വിച്ച് വി ആർ ഗിവിങ് ടു ദ ചിൽഡ്രൻ ഹിയർ. സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഗ്രൗണ്ടാണുള്ളത് അല്ലേ സ്കൂളിൽ? 2 ഗ്രൗണ്ടുണ്ട്. 2 ഗ്രൗണ്ടിലും പ്രാക്ടീസ് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ ടൈമിലായാലും നമുക്ക് ദേ ആർ യൂട്ടിലൈസിങ് ഇറ്റ്. കാക്കശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ചൊരു റിമോട്ട് ഏരിയ ആണല്ലോ, സ്കൂളുള്ള സ്ഥലം കുറച്ച് കുട്ടികൾക്ക് എത്തിച്ചേരാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പരിമിതി ഇല്ലാത്ത രീതിയിൽ ഒരുപാട് സ്കൂൾ ബസ് ഉണ്ട്. അത് കുറേ ദൂരത്തേക്ക് പോകുന്നുണ്ട്. ഒരു 15 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെ കുട്ടികൾ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ എത്ര ദൂരം നിന്ന് വരുന്നുണ്ട്? സ്കൂൾ ബസ്സിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് എത്രയും ദൂരം വരെ പോകുന്നുണ്ട്? നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ ബസ് സർവീസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ തുടക്കം മുതൽക്കേ നമ്മൾ സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റി എല്ലാ പാരൻസിനും കൊടുക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി.
അവർക്ക് വേണമെങ്കിൽ കുറേ കുട്ടികൾ പാരൻസ് തന്നെ കൊണ്ടുവന്നാക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ 10-12 കിലോമീറ്റേഴ്സ്, ഈവൺ മോർ ദാൻ ദാറ്റ്, അത് പല ഏരിയസിലായിട്ടും നമ്മൾ സ്കൂൾ വണ്ടി ഇപ്പോൾ 30 സ്കൂൾ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അത് ഗുരുവായൂർ, മുല്ലശ്ശേരി, കാഞ്ഞാണി, കുന്നംകുളം, അങ്ങനെ ഉള്ള ഇതിനോട് ചുറ്റുപെട്ടുള്ള ഒരു ഏരിയാസിൽ ഇത്രയും 30 സ്കൂൾ വണ്ടികൾ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ട്, പാരൻസ് ഡ്രോപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സ്കൂൾ ബസ് ഫെസിലിറ്റി ഉള്ള ചില സാധാരണ പ്രൈവറ്റ് ബസ് യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതർവൈസ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആർ അവൈലിംഗ് സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ. സ്കൂൾ ബസ് തന്നെ 30 എണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരുപാട് ദൂരേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളെയൊക്കെ എത്തിക്കാനായിട്ട് അങ്ങനെ പറ്റുന്നുണ്ടല്ലേ? ഇപ്പോൾ ഈ മാറി വരുന്നൊരു കാലഘട്ടത്തിൽ മൊബൈലിൻ്റെ യൂസേജ്, അമിതമായിട്ടുള്ള യൂസേജ്, അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ യൂസേജ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു പ്രായമാണ്. അപ്പോൾ അവരും ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ആത്മബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ കുട്ടികളായിട്ട് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇടയ്ക്ക് മീൻസ് വൺസ് ഇൻ എ വേ ഒരു മാസത്തിൽ 2-3 തവണയ്ക്കും സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, സെക്ഷൻ വൈസ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ടീച്ചേഴ്സിനോട് പറയുന്ന ഒരു കാര്യം, ഒരു ക്ലാസ് ടീച്ചർ ഷുഡ് ബി എ ക്ലാസ് പ്രിൻസിപ്പൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചറുടെ കൺട്രോളിൽ വരുന്ന കുട്ടികളുടെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്ലാസ് ടീച്ചർ. അപ്പോൾ ഒരു ക്ലാസ് പ്രിൻസിപ്പൽ ആവുമ്പോൾ അവർക്ക് ആ കുട്ടികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനും, അതുപോലെ തന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പാരൻസുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ടീച്ചേഴ്സ്. അപ്പോൾ പാരൻസിന് നമ്മൾ ഇവിടുന്ന് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എന്തായാലും മാസത്തിൽ ഒരിക്കൽ ടീച്ചേഴ്സ് പാരൻസിനെ വിളിച്ചിരിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ അവർക്കറിയാം എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, വീട്ടിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. അത് പാരൻസ് ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡിഫറൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ബിഹേവിയറിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ പാരൻസിനെ ഇൻഫോം ചെയ്യും, അതുപോലെ തന്നെ പാരൻസും ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു റാപ്പോ പാരൻസുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു റീസൺ that is one of the most important, it is mandatory, I think so, as a principal there should be a very good relation between the parent and the teacher. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ടീച്ചേഴ്സ് അതിൻ്റെ ഒരു റെക്കോർഡ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് കരുതിയാൽ നമുക്ക് കുട്ടികളുടെ മാറ്റങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ടീച്ചേഴ്സിന് കുട്ടികളെ മോൾഡ് ചെയ്യാനും അതിനനുസരിച്ച് കറക്ഷൻ മെഷീനറി, ഒരു റെമഡിയേഷൻ നൽകാനും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ഓരോ കുട്ടികളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് കാണുമ്പോൾ ആ ഒരു ഡിസ്കഷൻ വരും മീറ്റിങ്ങിൽ. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പാരൻസിനെ വിളിക്കും, കുട്ടികളെ വിളിക്കും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പാരൻസുമായിട്ട് അത് ഷെയർ ചെയ്യും. then we will find out a solution to make necessary correction in here. ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും ആയിട്ടുള്ള ആ ഒരു ബോണ്ടിങ് തന്നെയാണല്ലോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പോൾ അതിന് കൂടുതലായിട്ട് ഇൻ ഡെപ്ത് റിലേഷൻ, വെരി ഗുഡ് സ്ട്രോങ് റിലേഷൻ ഇസ് റിക്വയർഡ്. ഇപ്പോൾ പാരൻസിനോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് സമയമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും എവിടെയും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സമയക്കുറവ് കാരണം ഒരു പക്ഷേ പാരൻസിന് ഇവരെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സമയക്കുറവുള്ള ഒരുപാട് പാരൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ മാക്സിമം ഇവിടെ ടീച്ചേഴ്സ് മുഖേന നമ്മളത് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ മാനേജ്മെൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇത് ഏറ്റവും വലിയൊരു മാറ്ററാണ് ഫോർ ഡിസ്കഷൻ. ബിക്കോസ് കുട്ടികളുടെ ഒരു സേഫ്റ്റി, കുട്ടികളുടെ ഒരു പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അവരുടെ വാല്യൂസ്, അപ്പം അതിനുള്ള ക്ലാസ്സസ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്.
ടീച്ചേഴ്സിന് നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഒരാഴ്ചത്തെ ട്രെയിനിങ് ടീച്ചേഴ്സിനുണ്ട്. അതുപോലെ തന്നെ പാരൻസിനും അത് PTA കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ PTA ഒരുപാട് സെഷൻസ്, പാരൻസിനുള്ള സെഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്, അതിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. ഇവരെല്ലാം ചേർന്നാലാണ് നമുക്ക് സ്കൂൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ PTA സഹകരണത്താൽ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ ചെയ്യാറുണ്ട് സ്കൂളിൽ. ഇപ്പോൾ വെക്കേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വെറുതെ 2 മാസം ഇരിക്കുകയല്ല, അവർ ക്രിയേറ്റീവായിട്ട് അവർക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധാരണ വെക്കേഷൻ പീരീഡാണ് യൂസ് ചെയ്യാറല്ലേ. അപ്പോൾ നമ്മുടെ സ്കൂള് ഈ ഒരു വെക്കേഷന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമ്മൾ വെക്കേഷൻ ക്ലാസ് 10th and 12th ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് 10:30 വരെ ഉള്ളൂ. അവർ ക്ലാസ് ഇപ്പോൾ 11th അത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അന്ന് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഡേ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാണ്. അന്ന് ക്ലാസ് ഇല്ല കുട്ടികൾക്ക്, അന്ന് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരുപാട് ഗെയിംസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഫുഡ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വെക്കേഷൻ ക്ലാസ് അവസാനിക്കും. ഈ ക്യാമ്പ് കൊക്കോ ആൻഡ് ഫുട്ബോൾ അതിന് ഒരുപാട് കുട്ടികളുണ്ട്. ഇറ്റ് ഈസ് ഐ തിങ്ക് മോർ ദാൻ 100 സ്റ്റുഡൻസ് അതെ. അവർ കാലത്ത് ഇവിടെ എത്തും, 7 മണിക്ക് മുൻപായിട്ടെത്തും. 9:30 വരെ അതിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട്. ഈ 2 ഐറ്റത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിന് 9:30 കഴിഞ്ഞ് കൊക്കോല് ഇപ്പോൾ ഈ 2 ഐറ്റത്തിലുള്ള അഗെയിൻ ദിൽ ബി ഗെറ്റിംഗ് ദ കോച്ചിങ്. ഏപ്രിലും മെയിലും മൺഡേ ടു ഫ്രൈഡേ ഈ ദിവസങ്ങളിൽ കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒരുപാട് പാരൻസിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ഈ ഒരു ഗ്രൂപ്പായിട്ട് ഇതിൽ ഒരു കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീം എഫേർട്ട് ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട്ലി ആവാനും ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യാനും അങ്ങനെ ജീവിതത്തിന് വേണ്ട ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളതാണ് ഇങ്ങനത്തെ ടീം ഐറ്റംസ്. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പാരൻസ് അത് അവെയിൽ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് കുട്ടികളുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആവുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്ക്രീൻ ടൈം കുറയും. അവരൊരുപാട് ടൈം മൊബൈലിൽ നോക്കിയിരുന്ന് അതിന് അഡിക്റ്റഡ് ആവാനായിട്ടുള്ള സാഹചര്യം കുറയും. അതുപോലെ തന്നെ അവർക്ക് ഹ്യൂമൻ ടച്ച്, ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടായിരിക്കും. അച്ഛനെയും അമ്മയും പിന്നെ വീട്ടിലുള്ളവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ടുള്ള അവരുടെ ആശയവിനിമയം അതായത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും പിന്നെ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, എന്ത് പറഞ്ഞാലും അത് മടി കൂടാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഈ ഒരു ടീം ഐറ്റംസിന് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഒരുപാട് പാരൻസ് മനസ്സിലാക്കിയിട്ട് കുട്ടികളത് മനസ്സിലാക്കിയിട്ട് അതിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വെക്കേഷൻ ഫുൾ ത്രൂ ഔട്ട് അവർക്ക് ആ കോച്ചിങ് അവൈലബിൾ ആണ്. അങ്ങനെ ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ചേർന്ന് കുട്ടികളുടെ ആ ഒരു നല്ല ഫ്യൂച്ചറിനായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൻ്റെ. ഇനിയും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട്, കുട്ടികൾക്ക് പുതിയ പുതിയ തലത്തിൽ അവരെ എത്തിക്കാനായിട്ട്, കാലം മാറുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ ഒപ്പം നിൽക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സ്ട്രെങ്ത്. മാനേജ്മെൻറ്റ്, പാരൻസ് എല്ലാവരും ചേർന്ന് ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര ഇനിയും തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ പഠിച്ചുപോയ കുട്ടികളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ പാരൻസ്, അതുപോലെ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പാരൻസ് എല്ലാവരും ഹാപ്പിയാണ്. സ്കൂളിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും പ്രൗഡാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇനിയും ഈ യാത്ര തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.